നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് ഊരാക്കുടുക്കുകളുടെ കാലമായി മാറുന്നു. മകൾ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ കണ്ട ഒരു ഉത്തരവിനെ തുടർന്ന് ആ കേസ് പുതിയൊരു മാനത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് മാത്യു കുഴൽനാടൻ MLA വീണ വിജയൻ്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും വളരെ വലിയ വിവാദങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടനും നേർക്കുനേർ നിയമസഭയിൽ ഈ വിഷയത്തിൽ പരസ്പരം വെല്ലുവിളിച്ച് പോരാടുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ അന്വേഷണവുമായി വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. CMRL എന്ന കമ്പനിയിൽ 13% ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ KSIDCയും ഇതിൽ നേരിട്ട് കക്ഷികളാകുന്നതിനാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ നടന്ന ഇടപാട് മാത്രമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല എന്നും KSIDC സർക്കാരിൻ്റെ സ്ഥാപനമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് KSIDCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ പറയുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഏതു വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി. കർണാടകയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഹർജിയുമായി വീണ വിജയൻ പോയത്. എന്നാൽ ദയാദാക്ഷിണ്യം ലവലേശമില്ലാതെ കർണാടക ഹൈക്കോടതി വീണ വിജയൻ്റെ ഹർജി ചവറ്റുകുട്ടയിൽ തള്ളുകയായിരുന്നു. പിന്നീട് കേരള ഹൈക്കോടതിയിൽ KSIDC ഈ വിഷയത്തിൽ ഒരു ഹർജിയുമായി പോവുകയുണ്ടായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലായിരുന്നു ആ കേസ്. നിങ്ങൾക്ക് മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നത്? അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിനൊടുവിൽ അവിഹിതമായ അല്ലെങ്കിൽ അഹിതകരങ്ങളായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ എന്ന് തന്നെയാണ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ടതില്ല, അന്വേഷണം നടക്കട്ടെ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ തന്നെ കൂടി കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ യുവനേതാവായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി കക്ഷി ചേരുകയുണ്ടായി. ഈ ഒരു സംഭവത്തോടു കൂടി ഈ കേസിന് പുതിയൊരു മാനം കൈവരികയായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും KSIDCയുമെല്ലാം പിന്നീട് നെട്ടോട്ടത്തിലായിരുന്നു. അതിനാൽ അവർ CMRL എന്ന കമ്പനിയെ കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിക്കുകയായിരുന്നു. ഈ അടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയത്തിലൊരു വാദം കേൾക്കുകയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുമുണ്ടായി. തങ്ങളുടെ അന്വേഷണം ഈ കേസിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL എന്ന കമ്പനിയിൽ നിന്നും വാങ്ങിയിരിക്കുന്ന കോടികളുടെ കണക്ക് അത് കേവലം പുറത്തു വന്ന ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണക്കിലുണ്ടായിരുന്ന 1,72,00,000 രൂപ അല്ല എന്നും ഏതാണ്ട് 183 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വിശദമായ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പുള്ളർ, അതായത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ, വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ആ ആൾക്ക് വേണ്ടി തന്നെയാണ് CMRL നിന്നും ഇത്രയധികം കോടികൾ ഒഴുകിയിരിക്കുന്നത് എന്ന് കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എടുത്തു പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെ തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉന്നം വച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകൾക്കും CMRL നിന്നും പണം പോയിട്ടുണ്ട്. കാരണം CMRL എന്ന കമ്പനി ചെയ്യുന്നത് കരിമണൽ ഖനനം തന്നെയാണ്. ആണവോർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്ന കരിമണൽ ഖനനം അനധികൃതമായ രീതിയിൽ, അതായത് CMRL വഴിവിട്ട രീതിയിൽ തന്നെയാണ് സർക്കാർ പതിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കണക്കിൽ കാണുന്ന അത്രയും കരിമണലല്ല കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്നും CMRL എന്ന കമ്പനി കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുകൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റിപ്പോർട്ടിൽ പറയുമ്പോൾ ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. മാത്രമല്ല, ആണവോർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായതിനാൽ കൃത്യമായി ഇതിൻ്റെ രാജ്യസുരക്ഷയുമായി ഈ കേസിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതിൽ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. ചുരുക്കിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും CMRLനും എതിരെ കേസെടുത്ത് അന്വേഷണം വേണം എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും ചെന്നെത്തുന്നു എന്ന് തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ അമിത്ഷായുടെ പുലിക്കുട്ടികൾ ഈ രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും കയ്യാമം വീഴും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ ഒരു വമ്പൻ വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു. കാരണം കേന്ദ്ര ആണവോർജ മന്ത്രാലയത്തിന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മറ്റൊരു പരാതി കൂടി കൊടുത്തിരിക്കുന്നു. കരിമണൽ ഖനനം ചെയ്ത് ആണവോർജ വികിരണ പ്രസരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നതിനാൽ ഇത് ഭീകരവാദ സംഘടനകളിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ എന്തെങ്കിലും രാജ്യസുരക്ഷ സംബന്ധമായ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണവോർജ മന്ത്രാലയത്തിന് ഷോൺ ജോർജ് ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുക വഴി മുഖ്യമന്ത്രി പിണറായി വിജയനെയും CMRLനെയും വീണ വിജയനെയും പൂട്ടുക എന്ന് തന്നെയാണ് ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിലും ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആണവോർജ ഉൽപ്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്ന കരിമണൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് CMRL കോഴ നൽകിയിരിക്കുന്നതിൽ ഭീകരവാദ സംഘടനകൾക്കും പണം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായും ആണവോർജ ഉൽപാദനത്തിന് വേണ്ടി ഈ കരിമണൽ ഉപയോഗിക്കപ്പെടുമ്പോൾ ഇതിൽ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം കൂടി സംശയിക്കുമ്പോൾ തീർച്ചയായും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഈ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്, റിപ്പോർട്ട് പൂർണ്ണമായി വെളിയിൽ വന്നിട്ടില്ല, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണവോർജ മന്ത്രകാര്യാലയത്തിന് എഴുത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ CMRL കരിമണൽ ഖനന കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് ഇനിയും പുറത്തു വരാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള കേരളത്തിലെ മുതിർന്ന ഒരു വ്യക്തിക്കാണ് CMRL നിന്ന് പണം പോയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുമ്പോൾ കൃത്യമായും കേന്ദ്ര അന്വേഷണ വകുപ്പ് ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിലും ഷോൺ ജോർജ് കക്ഷിയായിരിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ആണവോർജ മന്ത്രകാര്യാലയത്തിനും ഷോൺ ജോർജ് കത്തെഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ താൻ പിറകോട്ടുള്ളൂ എന്ന് തന്നെയാണ് ഷോൺ ജോർജിൻ്റെ വാദം. എന്തായാലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആണവോർജ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഭീകരവാദികളുടെ പേരുകൾ കൂടി അല്ലെങ്കിൽ അവരുടെ ബന്ധം കൂടി ഇത്തരം കാര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ സാന്നിധ്യം ഇതിൽ സംശയിക്കുന്നുണ്ട് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ പറയുമ്പോൾ തീർച്ചയായും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായി മറുപടി പറയേണ്ടതായി വരും. തന്നെയല്ല, KSIDC എന്ന സർക്കാർ സ്ഥാപനത്തിന് CMRLൽ 13% ഓഹരിയുള്ളതിനാൽ CMRLൽ 3 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് KSIDCയിൽ നിന്ന് ഉള്ളതിനാലും CMRL എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സർക്കാർ പ്രതിനിധികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് സർക്കാർ പ്രതിനിധികൾ അടങ്ങിയിരിക്കുന്ന കമ്പനിയിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള നിയമവ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ എന്ത് നടപടികൾ ഉണ്ടായാലും അത് പിണറായി വിജയനെ ബാധിക്കും. സർക്കാരിൻ്റെ ചുമതലയുള്ള, സർക്കാരിൻ്റെ മേൽനോട്ടക്കാരൻ, സർക്കാരിനെ നയിക്കുന്ന ആൾ എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രി പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം ഇതിൽ സംശയിക്കപ്പെടുന്നു. ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭീകരവാദികളുടെ ബന്ധം സംശയിക്കപ്പെടുമ്പോൾ ഇന്ത്യയെ പോലുള്ള ആണവശക്തിയായ ഒരു രാജ്യത്ത് ഭീകരവാദികൾ ഇത്തരം ആണവോർജ്ജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തൻ്റെ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികൾ പോലും ഇക്കാര്യത്തിൽ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ആണവ ശക്തിയായ ഇന്ത്യ ഒരു കാരണവശാലും ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്നൊരു നിയമം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആണവ ശക്തി എന്ന രീതിയിൽ, ആണവ ആയുധമുള്ള രാജ്യം എന്ന രീതിയിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസികൾ ഇപ്പോൾ പറയപ്പെടുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു മോശം പരാമർശം പോലും ഇന്ത്യയെക്കുറിച്ച് നടത്തിയാൽ അത് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ മുന്നിൽ ഇന്ത്യക്ക് തലകുനിച്ച് നിൽക്കേണ്ടതൊരവസ്ഥ വരും. ഇന്ത്യ മറുപടി പറയേണ്ടതായ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര വിഷയമായി മാറുന്നതിനാൽ തീർച്ചയായും ഈ വിഷയത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തൻ്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പിണറായി വിജയനും മകളും കൃത്യമായി പൂട്ടുവീണിരിക്കുന്നു.
തീർച്ചയായും ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും. കൂടാതെ കേന്ദ്ര ആണവോർജ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കത്തുകൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോവുകയാണെങ്കിൽ പിണറായി വിജയനും വീണയും പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CMRL ഈ വിഷയത്തിൽ വെള്ളം കുടിക്കേണ്ടതായി വരും. CMRL കർത്ത ഈ വിഷയത്തിൽ മാപ്പ് സാക്ഷി ആയാൽ പോലും ഒരു കാരണവശാലും കേന്ദ്ര ആണവോർജ മന്ത്രാലയം കേന്ദ്രത്തെ ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം വേണമെന്നൊരു താല്പര്യത്തോടു കൂടി കത്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും CMRL അത് കൂനുമേൽ കുരുക്കാകും. മുഖ്യമന്ത്രിക്കും വീണ വിജയനും തീഹാർ ജയിലിൽ ഒരു സെല്ലൊരുങ്ങുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ കേസിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. ലാവ്ലിൻ കേസ് പോലെ ഒന്നും സംഭവിക്കില്ല എന്നാണ് പലരും ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചിടത്തോളം ആണവോർജവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായിരുന്നില്ല, രാജ്യ സുരക്ഷയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ കാര്യങ്ങളുടെ ഗതികൾ കുറച്ചുകൂടി ഗൗരവം തന്നെയാണ്. രാജ്യത്തെ ആണവ സുരക്ഷയുമായി ബന്ധപ്പെടുത്തുന്ന വിഷയങ്ങൾ ഇതിലുള്ളതിനാൽ തീർച്ചയായും പിണറായി വിജയൻ മറുപടി പറയേണ്ടതായി വരും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും പിണറായി വിജയന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും നൽകില്ല. കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തീവ്രവാദ ബന്ധം കൂടി ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ കൃത്യമായ അന്വേഷണം വരും. പിണറായി വിജയനും മകളും പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.